5 വെളുത്ത സാധനങ്ങളാണ് ക്യാൻസർ ഉണ്ടാക്കുന്നത്. 5 വൈറ്റ് തിങ്സ്. ഇത് അറിഞ്ഞിരിക്കണം. കാരണം ക്യാൻസർ പ്രിവെൻഷൻ സ്റ്റാർട്ട്സ് ഇൻ ദ കിച്ചൺ. അടുക്കളയിലാണ് ക്യാൻസർ പ്രിവെൻഷൻ ആരംഭിക്കുന്നത്. ഈ 5 വെള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്പർ 1 ഷുഗർ, നമ്പർ 2 സോൾട്ട്, നമ്പർ 3 വൈറ്റ് റൈസ്, നമ്പർ 4 മൈദ ആൻഡ് നമ്പർ 5 മിൽക്ക്. ഈ 5 സാധനങ്ങളും പ്രശ്നകാരിയാണ്. ഈ 5 പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് അറിയാൻ വയ്യാതെയാണ് നമ്മൾ മായം എപ്പോഴും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഭക്ഷണക്രമങ്ങളിൽ മായം ഇല്ലെങ്കിൽ പോലും നമ്മൾ മോഡിഫൈ ചെയ്യേണ്ട കാലമായിരിക്കുന്നു. എക്സസ് ആയിട്ട് ഓയിൽ കഴിച്ചു കഴിഞ്ഞാൽ അത് ക്യാൻസർ ഉണ്ടാക്കും. ബ്രസ്റ്റ് ക്യാൻസർ, ഓവറി ക്യാൻസർ, യൂട്രസ് ക്യാൻസർ, യു നെയിം ഇറ്റ്, പ്രോസ്റ്റേറ്റ് ക്യാൻസർ. ഓരോ മാസവും 1000 ഗ്രാം ഓയിൽ സ്ട്രെങ്ത് കൂടുകയാണെങ്കിൽ ചാൻസ് കൂടുതലാണെന്നാണ് പറയുന്നത്. നമ്മുടെ റെഡ് മീറ്റിൻ്റെ അളവ് കൂടുമ്പോൾ എങ്ങനെ ഈ റെഡ് മീറ്റ് ക്യാൻസർ ഉണ്ടാക്കുന്നത്? റെഡ് കളർ കൊടുക്കുന്നത് ഹീമോഗ്ലോബിൻ. നമ്മൾ ഇറച്ചി ചൂടാക്കി കഴിയുമ്പോൾ 100 ഡിഗ്രി ആയി കഴിയുമ്പോൾ ഹീമോഗ്ലോബിൻ സെല്ല് ബ്രേക്ക് ചെയ്ത് പുറത്തിറങ്ങും. അതേസമയം ഈ ഇറച്ചിയിലുണ്ടാകുന്ന മാറ്റം നൈട്രസമീൻസ് എന്ന് പറയുന്ന ഇറച്ചി കരിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ഉണ്ടാകും. ഈ ഹീം എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഇൻഡസ്റ്റൈനകത്ത് പോയ ഒരു മ്യൂക്കോസൽ പ്രൊട്ടക്ഷൻ ബാരിയർ ഉണ്ട്. ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ നൈട്രസമീൻസിനെ എൻ്റർ ചെയ്യാനുള്ള എളുപ്പമായി. ഇങ്ങനെയാണ് ഇത് ഒരു കാർസിനോജനായിട്ട് ആക്ട് ചെയ്യുന്നത്. ഏത് വസ്തു ഒരാൾക്ക് ക്യാൻസർ ഉണ്ടാക്കുന്നോ അതിനെ കാർസിനോജൻ എന്ന് പറയും. അത് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ആവാം, ടൊബാക്കോ ആവാം, ഫാറ്റ് ആവാം, ഈ പറഞ്ഞ ബേണിംഗ് ആവാം. അടുത്ത ഏറ്റവും വലിയ പ്രധാന പ്രശ്നമാണ് ഈ മിൽക്ക്. നമുക്കൊക്കെ ധാരണയുണ്ട് പാലെന്ന് പറയുന്നത് ഒരു സമ്പൂർണ്ണ ആഹാരമാണ്. അങ്ങനെ ആയിരുന്നു. പക്ഷേ ഇന്ന് ഇപ്പോൾ ഡയറ്റീഷ്യനോ അല്ലെങ്കിൽ ഹാർട്ട് ട്രീറ്റ് ചെയ്ത ഡോക്ടറോട് ചോദിച്ചു നോക്കിയേ, ആര് പാൽ അഡ്വൈസ് ചെയ്യും? ആരും കൊടുക്കാറില്ല. ഒരു ഹാർട്ട് അറ്റാക്ക് എന്ന പേഷ്യൻ്റ് പാൽ കുടിക്കാൻ പറയുമോ? കാരണം കൊളസ്ട്രോൾ പ്രോബ്ലമാണ്. എല്ലാ ക്യാൻസറിനകത്തും കൊളസ്ട്രോൾ ഒരു മീഡിയേറ്ററാണ്. കാരണം ഹോർമോൺ ഡിപ്പെൻഡൻ്റ് ആണ് ഈ ക്യാൻസറുകൾ. ഈ പറഞ്ഞ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, ഓവറി ക്യാൻസർ, ഇൻഡസ്റ്റൈൻ ക്യാൻസർ ഒക്കെയും കൊളസ്ട്രോൾ ഡിപ്പെൻഡൻ്റാണ്. ഇനി അടുത്ത വിഷയം നമുക്കറിയാം, ഇറച്ചി ക്യാൻസർ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് നമ്മൾ ഇറച്ചി കഴിക്കുന്നവരെ പള്ളു പറയാറുണ്ട്. എന്നാൽ ഒരു പ്രാവശ്യം പോലും ജീവിതത്തിൽ ഇറച്ചി കഴിച്ചിട്ടില്ലാത്ത ഒരു പ്യുവർ ബ്രാഹ്മിൻ എന്തുകൊണ്ട് ഇൻഡസ്റ്റൈൻ ക്യാൻസർ ഉണ്ടാകും? എന്തുകൊണ്ട് അവർ കോളൻ ക്യാൻസർ ഉണ്ടാകും? നമ്മൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ മിൽക്ക് കൺസ്യൂം ചെയ്യുന്നവരാണ്, ഏറ്റവും കൂടുതൽ ഗീ കൺസ്യൂം ചെയ്യുന്നവരാണ്, ഏറ്റവും കൂടുതൽ ഷുഗർ കൺസ്യൂം ചെയ്യുന്നവർ. അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറണമെങ്കിൽ പൊല്യൂഷനെ മാത്രം പറഞ്ഞാൽ പോരാ, നമ്മൾ ജീവിതത്തെ പറ്റി ചിന്തിക്കണം. ഡോക്ടർ സാർ പറഞ്ഞ 5 വൈറ്റ് പോയ്സൺസ് റീസെന്റ് ആയിട്ട് ഉപേക്ഷിച്ച ഒരാളാണ് ഞാൻ. സോൾട്ട്, ഷുഗർ, മൈദ, മിൽക്ക് ആൻഡ് വൈറ്റ് റൈസ്. എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഐ എം ഹാപ്പി. അതുപോലെ അത് ഉപേക്ഷിക്കാൻ എല്ലാവരും തയ്യാറായി കഴിഞ്ഞാൽ ഒരു പരിധിവരെ എല്ലാവരുടെ ആരോഗ്യം മെച്ചപ്പെടും. അത് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ക്യാൻസർ അല്ലാതെ നിങ്ങൾ യഥാർത്ഥ